നമസ്കാരം. വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും മറക്കുവാതിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് കൂടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ കാണുവാൻ താല്പര്യമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമമോതിരത്തിനെ കുറിച്ചാണ്. കച്ചുവാറിങ്, അതായത് ആമ എന്ന് പറയുന്നത് കൂർമാവതാരത്തെ, മഹാവിഷ്ണുവിന്റെ കൂർമാവതാരത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ആമ മോതിരവും അതേപോലെ നമ്മൾ വീട്ടിൽ വെക്കുന്ന ആമയുടെ ചെറിയ ഐഡിയൽസും ഒക്കെ തന്നെ നമ്മളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി, നിലനിൽപ്പ്, അതേപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഫോക്കസ് കറക്റ്റ് ആക്കുവാനും നമ്മളിലേക്ക് വെൽത്ത് സാമ്പത്തികത്തിനെ അട്രാക്ട് ചെയ്യുവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരിതാണ് ആമ എന്ന് പറയുന്നത്. ആമ എന്ന് പറയുന്നതിനെ നമ്മളുടെ ആസ്ട്രോളജിയിൽ പ്രൊട്ടക്ഷനും അതേപോലെ സ്റ്റെബിലിറ്റിക്കും സാമ്പത്തിക ഉയർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ വാസ്തുശാസ്ത്രയിലും ഫെങ്ഷുയിലും തന്നെ ആമ എന്ന് പറയുന്നതിനെ നമ്മളുടെ പ്രൊട്ടക്ഷൻ ആണ്. അതുപോലെ വീടിന്റെ പ്രൊട്ടക്ഷനായിട്ട് ഐഡിയൽ വെക്കുന്നുണ്ട്, നമ്മളുടെ പ്രൊട്ടക്ഷനായിട്ട് മോതിരമായിട്ട് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ആമയുടെ ഐഡിയൽസ് ഉപയോഗിക്കുന്നുണ്ട്, ഫെങ്ഷുയി വിധി പ്രകാരവും അതേപോലെ തന്നെ നമ്മളുടെ വാസ്തുവിധി പ്രകാരവും. അതേപോലെ അതായത് പുരാതന ഈജിപ്ഷ്യൻ തന്ത്രവിധി പ്രകാരമാണെങ്കിൽ ആമ എന്ന് പറയുന്നതിനെ നമ്മളുടെ ജീവിതത്തിൽ സ്ലോ ആയിട്ടും അതേപോലെ സ്റ്റഡി ആയിട്ടുള്ള വിജയത്തിന് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അവരുടെ താന്ത്രിക വിധി പ്രകാരം മൂലാധാര ചക്രയുമായിട്ട്, നമ്മുടെ ശരീരത്തിൽ 7 ചക്രാസ് ഉണ്ട് മെയിൻ ആയിട്ട്. അതിലെ മൂലാധാര ചക്ര, റൂട്ട് ചക്ര, അതായത് ഏറ്റവും താഴെയുള്ള നമ്മൾ ഇരിക്കുമ്പോൾ വരുന്ന ആ ഒരു ഭാഗത്തുള്ള ചക്ര എന്ന് പറയുന്നതിനെ കൂടുതൽ ഉത്തേജിപ്പിക്കുവാൻ, അല്ലെങ്കിൽ ആ ഒരു ചക്രയുടെ എനർജി ഫ്ലോ കറക്റ്റ് ആക്കുവാൻ വേണ്ടിയിട്ടും നമുക്ക് എന്താണ് പറയുന്നത്, ഈ ഒരു ആമയുടെ മോതിരം അല്ലെങ്കിൽ അതന്നെ ആമയുടെ മോതിരം ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പുരാതന ഈജിപ്ഷ്യൻസ് പറയുന്നത് ആമയുടെ തോടിലെ ഒരു വരകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതൊരു പ്രത്യേകതരം സേക്രട്ട് ആയിട്ടുള്ള ഒരു ജിയോമെട്രിയാണ്. നമ്മളുടെ ജിയോമെട്രി എന്ന് പറയുന്നത് നമ്മളുടെ ശ്രീയന്ത്ര, നമ്മളുടെ ഓരോ യന്ത്രകളും ഒരു സേക്രട്ട് ജിയോമെട്രിയാണ് പറയുന്നത്. പ്രത്യേക തരത്തിലുള്ള ഷേപ്പാണ്, പക്ഷെ ആ ഒരു ഷേപ്പിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. നമ്മൾ ആ ഒരു ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ടെന്നും അത് വരയ്ക്കുന്നതിന് പല വിധിപ്രകാരങ്ങളുണ്ടെന്നും അങ്ങനെ എല്ലാവർക്കും അതൊന്നും വരയ്ക്കുവാൻ പാടുള്ളതുമല്ല. അങ്ങനെയുള്ളതാണ് സേക്രഡ് ജിയോമെട്രി. അങ്ങനെ ഒരു സേക്രഡ് ജിയോമെട്രി ഉള്ള ഒരു ജീവിയാണ് ഈ ആമ. ആമയുടെ തോടിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. അതേപോലെ തന്നെ സ്പിരിച്വൽ പവർ ഉള്ളതും കുണ്ടലിനിയെ ഉയർത്തുവാൻ സഹായിക്കുന്ന പവർ ഉള്ളതുമാണ് ആമ എന്നാണ് ഈജിപ്ഷ്യൻ തന്ത്ര പ്രകാരം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല, അവരുടെ ഈജിപ്ഷ്യൻസിന്റെ പഴയ താന്ത്രിക വിധി എന്ന് പറയുന്നതും നമ്മളുടെ ഹിന്ദു വിധി എന്ന് പറയുന്നതും എല്ലാം തന്നെ കണക്റ്റഡ് ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഫെങ്ഷുയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തത്? അതൊരു ചൈനീസ് ആയിട്ടുള്ള ഒരു വാസ്തു രീതിയാണ്. നമ്മൾ എന്താണ് ഫെങ്ഷുയെ അക്സെപ്റ്റ് ചെയ്യാൻ കാരണം ആ ഫെങ്ഷു വഴി നമ്മളുടെ ലൈഫിലേക്ക് പലർക്കും സാമ്പത്തികത്തിന് വേണ്ടിയാണ് കൂടുതലും എല്ലാവരും നോക്കുന്നത്. സാമ്പത്തികം വന്നു കയറുന്നത് കൊണ്ടാണ് അവർ അതിലേക്ക് വിശ്വാസം വന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ പുരാതനമായ ഈജിപ്ഷ്യൻ തന്ത്രവിധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുരാതന ഈജിപ്ഷ്യൻ വിശ്വാസപ്രകാരം ആമ എന്നത് പറയുന്നതിന് ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആമയുടെ തോടിൽ നിന്നും ആമ അതിനാവശ്യമുള്ളപ്പോൾ മാത്രം പുറത്തേക്കിട്ട്, അല്ലെങ്കിൽ അത് നടന്നു പോകുവാനൊക്കെ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ കഴിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം അത് അതിന്റെ തോട് എന്ന ഒരു സംരക്ഷണ കവചത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആമമോതിരം നിങ്ങളെ വളരെ അധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആമമോതിരം അല്ലെങ്കിൽ ആമയുടെ സിഗ്നിഫിക്കൻസ് നമ്മുടെ ആസ്ട്രോളജി വിധി പ്രകാരം, വാസ്തുവിധി പ്രകാരം, ഫെങ്ഷുയി വിധി പ്രകാരവും അതുപോലെ തന്നെ പുരാതന ഈജിപ്ഷ്യൻ തന്ത്ര വിധി പ്രകാരവും ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ധരിക്കാം, ആർക്കൊക്കെ ധരിക്കാം എന്ന് നോക്കാം. ഇത് ആർക്ക് വേണേലും ധരിക്കാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് വേണേലും ധരിക്കാം. അതുപോലെ തന്നെ ഏത് കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോമിനന്റ് ഹാൻഡ്, ഏത് കൈയാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, എഴുതുവാനും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന കൈ എന്താണോ ആ ഒരു കയ്യിൽ നിങ്ങൾക്ക് ഇത് ധരിക്കാം. വലതേ കൈ ഉപയോഗിക്കുന്നവർക്ക് വലതേ കയ്യിൽ ധരിക്കാം. ഇടതേ കൈയാണ് ഡോമിനന്റ് എന്നുള്ളവര് ഇടത്തെ കയ്യിൽ നിങ്ങൾക്ക് ധരിക്കാം. ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു മോതിരം എന്ന് പറയുന്നത് സിൽവർ അല്ലെങ്കിൽ കോപ്പർ അല്ലെങ്കിൽ പഞ്ചധാതുവിൽ നിർമ്മിച്ച മോതിരത്തിനാണ്
വളരെയധികം ഫലം. കാരണം അതിനാണ് എനർജിയെ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത്. പിന്നെ മിഡിൽ ഫിംഗർ, നടുവിരലാണ് ഏറ്റവും നല്ലത്, മീൻസ് വിയർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. കാരണം നമ്മളുടെ മിഡിൽ ഫിംഗർ ശനി ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് സ്റ്റെബിലിറ്റിക്കും ഫോക്കസിനും കരിയർ ഗ്രോത്തിനും വെൽത്തിനും വേണ്ടിയിട്ട് നമുക്ക് മിഡിൽ ഫിംഗറിൽ ധരിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടുവിരലിലും ധരിക്കാവുന്നതാണ്. ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആമയുടെ മുഖഭാഗം നിങ്ങളിലേക്ക് പോയിന്റ് ചെയ്യുന്ന രീതിയിൽ വേണം ധരിക്കുവാൻ. കാരണം ആമ നിങ്ങളിലേക്ക് പതിയെ ഇഴഞ്ഞു കയറുന്നതായിട്ടാണ് നിങ്ങൾക്ക് അതുപോലെ ഇരിക്കണം അത് ധരിക്കുമ്പോൾ. അപ്പോൾ ആമ ഇഴഞ്ഞു കയറുന്നത് പോലെ തന്നെ ആമയുടെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് ഡയറക്റ്റ് വരുന്നതിനാണ് ഈ രീതിയിൽ ധരിക്കുന്നത്. നിങ്ങൾ തിരിച്ചാണ് ധരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നല്ല എനർജി മറ്റുള്ളവരിലേക്കായിരിക്കും പ്രവഹിക്കുന്നത്. നിങ്ങൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ ധരിക്കേണ്ടതാണ്. ചൂണ്ടുവിരലിലായാലും നടുവിരലിലായാലും നിങ്ങളിലേക്ക് ആമയുടെ തലഭാഗം പോയിന്റ് ചെയ്യുന്ന രീതിയിലാണ് ധരിക്കേണ്ടത്. ഇത് ധരിക്കേണ്ട ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ശനിയാഴ്ച ശനിഹോരയിലാണ്. ശനിഹോര എന്ന് പറയുമ്പോഴത്തേക്ക് ശനിയാഴ്ച രാവിലെ ആണെങ്കിൽ അതൊരു 5 മണിക്കും ഒരു 7 മണിക്കും ഇടയ്ക്കായിരിക്കും വരുന്നത്. ഓരോ ദിവസവും ഓരോ ശനിയാഴ്ചകളിലും വ്യത്യാസം വരും. പക്ഷെ എങ്കിലും 5നും 7നും ഇടയ്ക്കാണ് രാവിലെ വരുന്നത്. രാത്രി ആണെങ്കിൽ 9നും 11നും ഇടയ്ക്കാണ്. അപ്പൊ ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു മോതിരം ധരിക്കുവാൻ പറ്റിയ സമയം. പിന്നെ ഈ മോതിരം ധരിക്കുന്നതിന് മുമ്പ് ഇതിനെ സ്പിരിച്വലി ക്ലെൻസ് ചെയ്യുന്നത് നല്ലതാണ്. അതിന് ഏറ്റവും നല്ലത് ഗംഗാജലമാണ്. ഗംഗാജലം എന്ന് പറയുന്നത് നമുക്കെല്ലാം തന്നെ അറിയാം, അതൊരു ഹോളി വാട്ടറാണ്. ഗംഗാജലം ഉപയോഗിച്ചാൽ മാറാത്തതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വീട് ക്ലീൻ ചെയ്യാനും നിങ്ങളുടെ ഓറ ക്ലെൻസ് ചെയ്യുവാനായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ദുരിതങ്ങളൊക്കെ തന്നെ പകുതി ഒഴിക്കുവാനും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് ഗംഗാജലം. ഗംഗാജലത്തിനകത്ത് അതിനെ വാഷ് ചെയ്തെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അതായത് ചൂടാക്കാത്ത പശുവിൻ പാല്, ഫ്രഷ് പശുവിൻ പാല് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ അഭിഷേകം ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ അഭിഷേകം ചെയ്യുമ്പോൾ ഓം ശം ശനിചാര്യ നമഃ എന്ന് 11 അല്ലെങ്കിൽ 108 വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ അഭിഷേകം ചെയ്ത് അതിനുശേഷം നിങ്ങൾക്ക് ഇതിനെ ഭസ്മധാരണം ചെയ്യണം. ഭസ്മം അതിന്റെ മുകളിൽ അഭിഷേകം ചെയ്തിട്ട് അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം, അതായത് വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ചെയ്ത് ആ പൂജാമുറിയിൽ വെച്ച് അതിനെ ഒന്ന് എനർജൈസ് ചെയ്തിട്ട് ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് എടുത്ത് ധരിക്കാവുന്നതാണ്. അപ്പോൾ ആമമോതിരത്തിന്റെ ഉപയോഗവും അതുപോലെ തന്നെ എങ്ങനെ ധരിക്കണം എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ആമമോതിരം വാങ്ങിക്കുമ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ 10 രൂപയ്ക്കും 20 രൂപയ്ക്കും ഒക്കെ കിട്ടും. അതൊന്നും നിങ്ങൾ വാങ്ങാതിരിക്കുക. നമ്മൾ സ്പിരിച്വലി ദൈവികമായിട്ട് എന്ത് ചെയ്യുമ്പോഴും ക്വാളിറ്റി ഉള്ള സാധനങ്ങളും ശരിയായ ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുവാനും നോക്കുക. പക്ഷെ കൂടുതലും നമ്മൾ എന്താണ് ചെയ്യാറ്, നമ്മൾ ആഹാരം ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കും, ഡ്രസ്സ് ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കും. ഭഗവാന്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതിവിധിയായി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഏറ്റവും ലോ ക്വാളിറ്റി ഉള്ളത് പോയി വാങ്ങിക്കും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിനൊരു നെഗറ്റീവ് ഫലമേ വരത്തുള്ളൂ. അതുകൊണ്ട് വളരെ ക്വാളിറ്റിയുള്ള സിൽവറിന്റെ വാങ്ങിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ കോപ്പറിന്റെ തന്നെ ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ ഈ റിങ് വേണം എന്നുള്ളവർ, അതല്ലെങ്കിൽ വീട്ടിൽ വെക്കുന്ന ആമ വേണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടുവാവുന്നതാണ്. അത് നമ്മൾ പൂജ ചെയ്ത് അതേപോലെ ചാർജ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.